രാഷ്ട്രീയത്തിലെ വിവാദ നായകനും മന്ത്രിയുമായ KB ഗണേഷ് കുമാറിനെ ചുറ്റിപ്പറ്റിയുള്ള പുതിയ വെളിപ്പെടുത്തലുകളും അതിനെ തുടർന്നുണ്ടായ രാഷ്ട്രീയ ചലനങ്ങളുമാണ് ഇന്ന് ഞാൻ പറയുന്നത്. 2013 ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ അംഗമായിരുന്ന കാലത്ത് ഗണേഷ് കുമാറിന് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്ന സാഹചര്യം നാം ആരും മറന്നിട്ടില്ല. അന്ന് അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യ യാമിനി തങ്കച്ചി നൽകിയ പരാതിയെ തുടർന്നായിരുന്നു ആ രാജി. എന്നാൽ ഇന്ന് വർഷങ്ങൾക്കിപ്പുറം സമാനമായ ആരോപണങ്ങളുമായി അദ്ദേഹത്തിന്റെ രണ്ടാം ഭാര്യ ബിന്ദു മേനോനും രംഗത്തെത്തുമ്പോൾ ചരിത്രം ആവർത്തിക്കുകയാണോ എന്ന സംശയം ശക്തമാവുകയാണ്. ഗണേഷ് കുമാറിന്റെ രാഷ്ട്രീയ ജീവിതം പരിശോധിച്ചാൽ ഉമ്മൻചാണ്ടിയോട് അദ്ദേഹം ചെയ്ത ദ്രോഹങ്ങൾ വലുതായിരുന്നുവെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. തനിക്ക് മന്ത്രിസ്ഥാനം നഷ്ടപ്പെടാൻ കാരണക്കാരൻ ഉമ്മൻചാണ്ടിയാണെന്ന വാശിയിൽ സോളാർ കേസിലെ നായികയുമായി ചേർന്ന് ഉമ്മൻചാണ്ടിക്കെതിരെ വ്യാജ പരാതികൾ ഉണ്ടാക്കാൻ അദ്ദേഹം ഗൂഢാലോചന നടത്തിയെന്ന വാർത്തകൾ കേരളം ഏറെ ചർച്ച ചെയ്തതാണ്. ഉമ്മൻചാണ്ടി നിരപരാധിയാണെന്ന എല്ലാ അന്വേഷണ ഏജൻസികളും കണ്ടെത്തിയെങ്കിലും തന്റെ നീതി പൂർണ്ണമായും തെളിയുന്നതിന് മുൻപ് അദ്ദേഹത്തിന് ഈ ലോകത്തോട് വിട പറയേണ്ടി വന്നു. ഇപ്പോൾ കൊട്ടാരക്കര കോടതിയിൽ ഈ കേസിൽ ഗണേഷ് കുമാർ പ്രതിക്കൂട്ടിൽ നിൽക്കുമ്പോൾ അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ കറുത്ത പാടായി മാറുകയാണ്. തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുന്ന ഈ സമയത്താണ് ഗണേഷ് കുമാറിനെതിരെ പുതിയ ആരോപണങ്ങൾ ഉയരുന്നത്. ഇത്തവണ ഭാര്യ ബിന്ദു മേനോൻ പിങ്ക് പോലീസിൽ പരാതിപ്പെട്ടു എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. 112 എന്ന എമർജൻസി നമ്പറിലേക്ക് വിളിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് സ്ഥലത്തെത്തിയെന്നും ഗണേഷ് കുമാറിന്റെ പേഴ്സണൽ സ്റ്റാഫ് അവരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചുവെന്നും പറയപ്പെടുന്നുമുണ്ട്. ഒരു മന്ത്രിയുടെ ഭാര്യയ്ക്ക് പോലും കേരളത്തിൽ നീതി കിട്ടാത്ത സാഹചര്യം പ്രതിപക്ഷം വലിയ രാഷ്ട്രീയ ആയുധമാക്കിയിരിക്കുകയാണ്. സ്ത്രീ സുരക്ഷയുടെ വക്താക്കളായി സ്വയം വിശേഷിപ്പിക്കുന്ന CPM-ന് സ്വന്തം മന്ത്രിയുടെ കുടുംബത്തിലെ ഈ പ്രശ്നങ്ങൾ വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത്. പ്രതിപക്ഷ നേതാക്കളും രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ള യുവ നേതാക്കളും ഗണേഷ് കുമാറിനെതിരെ അതിശക്തമായ ഭാഷയിലാണ് പ്രതികരിക്കുന്നതും. ഗണേഷ് കുമാറിന്റെ മുൻകാല ചരിത്രങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് സ്ത്രീകളോടുള്ള അദ്ദേഹത്തിന്റെ സമീപനം വീണ്ടും ചർച്ചയാവുകയാണ് ചെയ്യുന്നത്. തനിക്ക് 5000 കാമുകിമാരുണ്ടെന്ന് ഗണേഷ് കുമാർ തന്നെ തുറന്നു പറയേണ്ടി വന്ന സാഹചര്യം ഇടതുപക്ഷത്തിന് വലിയ ക്ഷീണം ഉണ്ടാക്കിയിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങൾ ഉയർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങിയ CPM-ന് ഗണേഷ് കുമാറിന്റെ ഈ പെണ്ണുപിടി വിവാദം തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. നിലവിൽ ഭാര്യയുമായി സംസാരിച്ച് താൽക്കാലികമായി പ്രശ്നങ്ങൾ പരിഹരിച്ചുവെന്നും പരാതിയില്ലെന്ന് ബിന്ദു മേനോൻ അറിയിച്ചുവെന്നുമാണ് സൂചനകൾ വരുന്നതും. മന്ത്രിസ്ഥാനം തെറിക്കുമെന്ന ഭയം കാരണമാണ് അദ്ദേഹം ഭാര്യയോട് മാപ്പ് പറഞ്ഞ് ഈ ഒത്തുതീർപ്പിന് തയ്യാറായതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നുമുണ്ട്. എങ്കിലും സ്ത്രീകളെ ഉപദ്രവിക്കുന്ന സ്വഭാവം മാറ്റാത്ത ഒരു വ്യക്തി മന്ത്രിസഭയിൽ തുടരുന്നതിനെതിരെ പൊതുസമൂഹത്തിൽ അമർഷം പുകയുന്നുമുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് നിർണായകമാണ്. പാലക്കാട് തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കുന്ന കാര്യത്തിൽ കോൺഗ്രസ് പുനരാലോചന നടത്തുന്നു എന്ന വാർത്തകളും ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതുമാണ്. ഗണേഷ് കുമാറിന് പത്തനാപുരത്ത് മത്സരിക്കാമെങ്കിൽ സമാനമായ ആരോപണങ്ങൾ നേരിടേണ്ടി വന്ന രാഹുലിന് എന്തുകൊണ്ട് പാലക്കാട് മത്സരിച്ചുകൂടാ എന്ന ചോദ്യവും ഉയരുന്നുമുണ്ട്. അക്ഷരാർത്ഥത്തിൽ ഗണേഷ് കുമാർ വിഷയം LDF-നെയും CPM-നെയും പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഈ വിവാദങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നത് ഉറപ്പാണ്.